ദേ മുരളി വിളിക്കുന്നു. ഹലോ മുരളി. ഹലോ എബി. ഞാനേ ഡ്രൈവിങ്ങിലാണ്. എന്നാ പിന്നെ? ഇല്ല കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഞാൻ സ്പീക്കർ ഫോണിലിട്ടിരിക്കുകയാണ്. മുരളി, ഇന്നലെ ഞാൻ നിന്നെ 3-4 പ്രാവശ്യം തിരിച്ചു വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാമിലൊരു മാറ്റം. ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അർജൻറ്റ് 6 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന്. പറഞ്ഞോളൂ. നീ സഹായിക്കുമെന്ന ഒറ്റ പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ കുടുംബവും. പഴയതിൻ്റെ പ്രത്യുപകാരം ചോദിക്കുന്നതല്ല. എനിക്ക് ആശ്രയം നീ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. എന്താണ് പറയും മുരളി? എനിക്കൊരു 50 ലക്ഷം രൂപ. മുരളി, ഒരു കാര്യം ചെയ്യേ, ഞാനൊന്ന് വണ്ടി നിർത്തിയിട്ട് സംസാരിക്കാം. 1 മിനിറ്റ്. മുരളി പറഞ്ഞോളൂ. എനിക്കൊരു 50 ലക്ഷം രൂപ തന്ന് സഹായിക്കണം. തൽക്കാലം വീടിൻ്റെ ജപ്തി ഒന്ന് ഒഴിവാകും. അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ മരണം മാത്രമേ ഉള്ളൂ എൻ്റെ മുന്നിൽ. ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല മുരളി. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. എനിക്ക് കുറച്ച് സമയം തരും. എനിക്കൊരു ആശ്രയം നീ മാത്രമേ ഉള്ളൂ. അതാ ഞാൻ നിന്നെ വിളിച്ചത്. കൈവിടരുത്. ഓക്കെ. എന്നിട്ട് എന്ത് പറഞ്ഞു? 50 ലക്ഷം കൊടുക്കാന്നേറ്റോ? അല്ലെങ്കിൽ എബിക്ക് അങ്ങനെ തന്നെ ഭയങ്കര അലിവാ. ആരെന്ത് ചോദിച്ചാലും നോന്ന് പറയാൻ അറിയില്ല. ഹലോ മിസ്റ്റർ മുരളി, ഞാൻ എബിയുടെ വൈഫാണ്. പണ്ട് ചെയ്ത പ്രത്യുപകാരത്തിനുള്ള പ്രതിഫലമാണ് വിചാരിക്കണമെങ്കിൽ വല്ല 5 or 10 തരാൻ പറ്റും. അതിൽ കൂടുതൽ കിട്ടാനായിട്ട് ഇനി ഇങ്ങോട്ട് വിളിക്കണമെന്നില്ല. നീ എന്തായി കാണിച്ചത്? നിന്നോട് പല പ്രാവശ്യം പറഞ്ഞോട്ട് എന്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടലെന്ന്. എബി, അത് പിന്നെ ഞാൻ ഇനി നീ ഒന്നും പറയണ്ട. മൂന്നാല് ദിവസം എടുക്കുമെന്ന് പറഞ്ഞിട്ട് മുതലാളി. എന്താ മോളെ നേരത്തെ? അച്ഛന്റെ ബിസിനസ് തിരക്കും നിർത്താത്ത ഫോൺ കോളുകൾ. സാറിനെ കാണാൻ ഒരാൾ വന്നിരുന്നു, ഒരു മുരളി. അതെയോ? ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് സാറിന്റെ. എബി, ഒത്തിരി ദൂരം ഡ്രൈവ് ചെയ്ത് പോണ്ടല്ലേ? ഞാൻ എത്ര തവണ പറഞ്ഞു ഒരു ഡ്രൈവറെ വെക്കാൻ? ഇതിനുള്ള മറുപടി നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു? മോളെ ബൈ. ബൈ. See you.